students, welcome back to Bosco Campus Vision. This is the 17th lecture on Operations Management. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പ്രൊഡക്ഷൻ പ്ലാനിങ് ആൻഡ് കൺട്രോൾ ടെക്നിക്സിലെ 4 ടെക്നിക്സ് നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇന്നത്തെ ഈ ക്ലാസ്സിൽ നമ്മൾ 5ാമത്തെ പോയിന്റിലേക്ക് പോവുകയാണ്. 5ാമത്തെ പോയിൻ്റാണ് ഇൻവെൻട്രി മാനേജ്മെൻറ്റ്. ഇൻവെൻട്രി മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് സപ്ലൈ ചെയിൻ നെറ്റ്വർക്കിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഘടകമാണ് ഇൻവെൻട്രി മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. സോ അതുകൊണ്ട് തന്നെ പ്രൊഡക്ഷൻ മാനേജറിന് കൃത്യമായ രീതിയിൽ സ്റ്റോക്ക് മെറ്റീരിയൽസ് മോണിറ്റർ ചെയ്യാൻ സാധിക്കും. സ്റ്റോക്ക് മെറ്റീരിയൽസ് ആയാലും അതുപോലെ ഫിനിഷ്ഡ് പ്രോഡക്ട്സുകളുടെ എണ്ണമായാലും അതുപോലെ വർക്കിംഗ് പ്രോഗ്രസ്സിലിരിക്കുന്ന പ്രോഡക്റ്റുകളുടെ എണ്ണമായാലും അതെല്ലാം തന്നെ കൃത്യമായ രീതിയിൽ മോണിറ്റർ ചെയ്യാനായിട്ട് പ്രൊഡക്ഷൻ മാനേജറിന് സാധ്യമാകുന്നുണ്ട്. ഇൻവെൻട്രി മാനേജ്മെൻറ്റും ഉണ്ട്. സോ ഇറ്റ് ഈസ് ദ most important constituent of a supply chain network of an organization. The production manager has to monitor the stock material, work in progress and finished goods in order to ensure smooth functioning of production process. അപ്പം പ്രൊഡക്ഷൻ പ്രോസസ്സിൻ്റെ ഫങ്ഷൻ വളരെ സ്മൂത്തായിട്ട് പോകുന്നത് എൻഷുർ ചെയ്യാനായിട്ട് പ്രൊഡക്ഷൻ മാനേജേഴ്സ് ഉറപ്പായിട്ടും മോണിറ്റർ ചെയ്യേണ്ടതായിട്ടുണ്ട്. സ്റ്റോക്ക് മെറ്റീരിയലും അതുപോലെ വർക്കിംഗ് പ്രോഗ്രസ്സും ഫിനിഷ്ഡ് ഗുഡ്സിൻ്റെ എല്ലാം തന്നെ കൃത്യമായിട്ട് മോണിറ്റർ ചെയ്തിരിക്കണം. ഈ മോണിറ്ററിംഗ് ആണ് ശരിക്കും ഇൻവെൻട്രി മാനേജ്മെൻ്റ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ സപ്ലൈ ചെയിൻ നെറ്റ്വർക്കിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കോൺസ്റ്റിറ്റ്യുവൻ്റ് ആണ് ഇൻവെൻട്രി മാനേജ്മെൻറ്റ്. ഇനി ഇൻവെൻട്രി മാനേജ്മെൻറ്റിൽ യൂസ് ചെയ്യുന്ന ടൂൾസ് എന്തൊക്കെയാണെന്ന് നോക്കാം. പ്രധാനമായിട്ട് 2 എണ്ണമാണുള്ളത്. ജസ്റ്റ് ഇൻ ടൈം ഇൻവെൻട്രിയും പ്രൊഡക്ഷൻ റൺ മോഡലും. ഇൻവെൻട്രി മാനേജ്മെൻറ്റിൽ വരുന്ന ആദ്യത്തെ ടൂളാണ് ജസ്റ്റ് ഇൻ ടൈം ഇൻവെൻട്രി. Just in time is a philosophy that concentrates on supplying product of best quality in exact quantity at the right time and place. Just in time ensures supply of goods and materials in such a way that the total cost is minimized. അപ്പോൾ ജസ്റ്റ് ഇൻ ടൈം എന്ന ആ ടേമിൽ തന്നെ കാര്യങ്ങളെല്ലാം ഉണ്ട്. കറക്റ്റ് പ്രോപ്പർ ടൈമിൽ പ്രോപ്പർ പ്ലേസിൽ എക്സാക്റ്റ് ക്വാണ്ടിറ്റിയിലും ക്വാളിറ്റിയിലും ബെസ്റ്റ് പ്രോഡക്റ്റുകൾ സപ്ലൈ ചെയ്യുക എന്നുള്ളതാണ് ജസ്റ്റ് ഇൻ ടൈം എന്നുള്ളതിൻ്റെ ഫിലോസഫി. അതുപോലെ തന്നെ പരമാവധി ടോട്ടൽ കോസ്റ്റ് മിനിമൈസ് ചെയ്തുകൊണ്ട് പ്രൊവൈഡ് ചെയ്യുക. അതുപോലെ തന്നെ JITയുടെ വേറൊരു പ്രത്യേകത എന്ന് പറയുന്നത് കസ്റ്റമേഴ്സിൻ്റെ ഡിമാൻഡിനനുസൃതമായിട്ട് മെറ്റീരിയൽസ് പ്രോസസ്സ് ചെയ്യുക എന്നുള്ളതും. അതുകൊണ്ട് തന്നെ ഇറ്റ് ടെൻഡ്സ് ടു എലിമിനേറ്റ് ആക്ടിവിറ്റീസ് ആൻഡ് ഓപ്പറേഷൻസ് ഇൻ ദ സപ്ലൈ ചെയിൻ ദാറ്റ് ഹാസ് നോ വാല്യൂ ഓർ ദാറ്റ് ഡസൻറ്റ് റിസൾട്ട്സ് ഇൻ ക്രിയേഷൻ ഓഫ് വാല്യൂ. ഒരു വാല്യൂ ക്രിയേറ്റ് ചെയ്യാത്തതായിട്ടുള്ള പല രീതിയിലുള്ള ഓപ്പറേഷൻസും ആക്ടിവിറ്റീസും പരമാവധി ഒഴിവാക്കുക എന്നുള്ളതും ഈ ഒരു ജസ്റ്റ് ഇൻ ടൈമിൻ്റെ ഒരു പ്രത്യേകതയാണ്. ആ ഒരു ടെക്നിക്കിൻ്റെ ഒരു പ്രത്യേകതയാണ്. ഈ പറഞ്ഞിരിക്കുന്ന കാര്യം, അതായത് ജസ്റ്റ് ഇൻ ടൈം എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു ടൂളാണ് ഇൻവെൻട്രി മാനേജ്മെൻറ്റിൽ. ഇനി സെക്കൻഡ് വൺ ആണ് പ്രൊഡക്ഷൻ റൺ മോഡൽ. ഇൻവെൻട്രി മാനേജ്മെൻറ്റിൽ വരുന്ന രണ്ടാമത്തെ ഒരു ടൂളാണ് പ്രൊഡക്ഷൻ റൺ മോഡൽ. പ്രൊഡക്ഷൻ റൺ മോഡൽ സ്പെസിഫൈസ് ദ യൂണിറ്റ്സ് ടു ബി പ്രൊഡ്യൂസ്ഡ് ഇൻ എ പ്രൊഡക്ഷൻ സൈക്കിൾ സോ ദാറ്റ് ടോട്ടൽ കോസ്റ്റ് ഈസ് മിനിമൈസ്ഡ്. ഒരു പ്രൊഡക്ഷൻ സൈക്കിളിൽ എത്രത്തോളം യൂണിറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്യും എന്നുള്ളത് സ്പെസിഫൈ ചെയ്യുക എന്നുള്ളതാണ് പ്രൊഡക്ഷൻ റൺ മോഡലിൽ ചെയ്യുന്നത്. സോ അതുകൊണ്ട് തന്നെ ടോട്ടൽ കോസ്റ്റ് പരമാവധി കുറയ്ക്കുവാനായിട്ട് സാധിക്കും. അതായത് ഒരു പ്രൊഡക്ഷൻ സൈക്കിളിൽ എത്രത്തോളം യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യുമെന്ന് കൃത്യമായിട്ട് കണക്ക് കൂട്ടി അതനുസരിച്ച് മാത്രം അടുത്ത പ്രൊഡക്ഷൻ സൈക്കിൾ സെറ്റ് ചെയ്യുക എന്നുള്ളതാണ്. സോ production manager while deciding the quantity of units to be produced in a production run have to keep in mind the setup cost of each production cycle and carrying cost of the goods so produced. അടുത്ത 6th ടെക്നിക്കാണ് വർക്ക് സ്റ്റഡി. അതായത് പ്രൊഡക്ഷൻ പ്ലാനിങ് ആൻഡ് കൺട്രോൾ ടൂളിലെ പ്രധാനമായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആ പ്രധാനപ്പെട്ട പോയിൻറ്റ്സിൽ 6ാമത്തെ പ്രധാന പോയിൻ്റാണ് വർക്ക് സ്റ്റഡി. വർക്ക് സ്റ്റഡി എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ കളക്ഷൻ ഓഫ് മെത്തേഡ്സ്, tools and practices used to analyze what and how the work will be executed and to ensure that all the factors of productions are utilized in an organized manner.
എല്ലാ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷനും ഉപയോഗപ്പെടുത്തിക്കൊണ്ട് എങ്ങനെ ഒരു വർക്ക് നല്ല രീതിയിൽ എക്സിക്യൂട്ട് ചെയ്തെടുക്കാം എന്നുള്ളത് അനലൈസ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു ടൂൾ അല്ലെങ്കിൽ ഉപയോഗിക്കുന്ന കളക്ഷൻ ഓഫ് മെത്തേഡ്സ് ആണ് വർക്ക് സ്റ്റഡി എന്ന് പറയുന്നത്. ഓക്കെ, അതായത് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ നമുക്കറിയാം, ലാൻഡ്, ലേബർ, മെഷീൻസ്, അങ്ങനെയുള്ള സംഗതികൾ അതെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് എങ്ങനെ നമുക്കൊരു വർക്ക് നല്ല രീതിയിൽ എക്സിക്യൂട്ട് ചെയ്യാം എന്നുള്ളത് അനലൈസ് ചെയ്യുന്നതിനും ഉപയോഗിക്കുന്ന ഒരു ടൂളാണ് വർക്ക് സ്റ്റഡി എന്ന് പറയുന്നത്. സോ വർക്ക് സ്റ്റഡി എന്ന് പറയുന്നത് 2 പാർട്സ് ഉണ്ട്, പ്രധാനമായിട്ട് 2 പാർട്ടാണ്. ഒന്ന് മെത്തേഡ് സ്റ്റഡി ഉണ്ട്, രണ്ടാമത്തേത് വർക്ക് മെഷർമെൻറ്റ്. മെത്തേഡ് സ്റ്റഡി എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദ സിസ്റ്റമാറ്റിക് അനാലിസിസ് ഓഫ് ദ മൂവ്മെൻറ്റ്സ് ഓഫ് ദി ഇമ്പോർട്ടൻറ്റ് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ. അതായത് നമുക്കറിയാം ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ മെയിൻ മെറ്റീരിയൽസ്, മെഷീൻസ് ഒക്കെയാണെന്ന്. ഈ പറഞ്ഞിരിക്കുന്ന ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻസിൻ്റെ മൂവ്മെൻറ്റ് അനലൈസ് ചെയ്യുന്നതാണ് മെത്തേഡ് സ്റ്റഡി എന്ന് പറയുന്നത്. സോ ഇറ്റ് ഹെൽപ്സ് ഇൻ ഐഡൻറ്റിഫൈങ് ദ ബെസ്റ്റ് മെത്തേഡ് ഓഫ് ഡൂയിങ് എ ജോബ് ബൈ എലിമിനേറ്റിംഗ് അൺനെസസറി ആക്ടിവിറ്റീസ് ഇൻവോൾവ്ഡ് ഇൻ ഇറ്റ്. ദെൻ സെക്കൻഡ് വൺ ആണ് വർക്ക് മെഷർമെൻറ്റ്. വർക്ക് മെഷർമെൻറ്റ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ പാർട്ട് ഓഫ് വർക്ക് സ്റ്റഡി ആൻഡ് ഇറ്റ് ഈസ് ആൻ ഇമ്പോർട്ടൻറ്റ് ടെക്നിക്സ് ടു ഡിറ്റർമിൻ ടൈം ഫോർ ഡൂയിങ് എ ജോബ്. വർക്ക് മെഷർമെൻറ്റ് എന്ന് പറയുന്ന ഒരു പർട്ടിക്കുലർ ജോബ് ചെയ്യാനായിട്ട് എടുക്കുന്ന സമയം അളക്കാനുള്ള ഡിറ്റർമിൻ ചെയ്യുന്ന രീതിയാണ് വർക്ക് മെഷർമെൻറ്റ് എന്ന് പറയുന്നത്. സോ ഇറ്റ് ഈസ് എ കളക്ഷൻ ഓഫ് മെത്തേഡ്സ്, ടൂൾസ് ആൻഡ് ടെക്നിക്സ് യൂസ്ഡ് ടു അനലൈസ് ദ ടൈം ഇൻ വിച്ച് വർക്ക് ഈസ് എക്സിക്യൂട്ടഡ്. എത്ര സമയം എടുത്താണ് ആ ഒരു വർക്ക് എക്സിക്യൂട്ട് ചെയ്തിരിക്കുന്നത് എന്നുള്ളത് അനലൈസ് ചെയ്യാൻ ഉപയോഗിക്കുന്ന മെത്തേഡ്സ് ആണ് വർക്ക് മെഷർമെൻറ്റ്. ഇറ്റ് സ്റ്റഡീസ്, ഇവാലുവേറ്റ്സ് ആൻഡ് ഡെവലപ്പ് ദ സ്റ്റാൻഡേർഡ് ടൈം ഇൻ വിച്ച് ദ വർക്ക് വിൽ ബി കംപ്ലീറ്റഡ്. അതോടൊപ്പം തന്നെ ഒരു പർട്ടിക്കുലർ വർക്ക് ചെയ്യുന്നതിന് ആവശ്യമായിട്ടുള്ള ഒരു സ്റ്റാൻഡേർഡ് ടൈം സെറ്റ് ചെയ്ത് ആ ഒരു സമയപരിധിക്കുള്ളിൽ ആ വർക്ക് കംപ്ലീറ്റ് ചെയ്യുക എന്നുള്ളതാണ്.